എനിക്ക് പേടിയാവുന്നു. എന്തിനാ? എനിക്ക് തെലുങ്ക് അറിയില്ല. എനിക്കറിയാമോ? അത് വളരെ ഈസി അല്ലേ. ആര് ചോദിച്ചാലും ഒന്നു പറഞ്ഞാൽ മതി. എന്തോന്ന്? ഒന്നു കേക്കട്ടെ. ഒത്തു. ഒത്തൊന്നല്ല, ഒന്നു. ഒത്തു. ആ അത് തന്നെ. നാക്കകത്തോട്ടിട്ട് ഒന്ന് കറക്റ്റിന് എടുത്താൽ മതി. ശരി. ఏమండి మంచి బాత్రూమ్ కావాలి. వాట్? సారీ మంచి డబుల్ రూమ్ కావాలి. ఎయిర్ కండిషన్ రూమ్ మేడం. ఏమే ఎయిర్ కండిషన్ కావాలి. ఒత్తు. టెలిఫోన్ రూమ్ మేడం. ఏమో టెలిఫోన్ రూమ్ కావాలి. ఒత్తు. టాప్ ఫ్లోర్ అన్నా సెకండ్ ఫ్లోర్? పైన రూమ్ కావాలి, థర్డ్ రూమ్ కావాలి. ఓందు. మేనేజర్ మంచి రూమ్ చావి ఇవ్వండి. రైట్. രൂപ 25,000 ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട് സാർ. നിങ്ങളെ കണ്ടിട്ട് ആർക്കും സംശയം തോന്നിയില്ലല്ലോ? ആളെ മനസ്സിലായിട്ട് വേണ്ടേ സംശയം തോന്നാൻ. വെരി ഗുഡ്. നിനക്ക് ഈ വേഷം വളരെ യോജിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വല്ലതും പറയും കേട്ടോ. నేను ഒന്ന് കുളിച്ചിട്ട് വస్తాను. ഒത്തു. മലയാളിയല്ലേ? ഒത്തു. വേല ഇറക്കാതെ ഈ റെഡ്ഡി എവിടെ നിന്ന് തപ്പിക്കൊണ്ടു വന്നു? ഒത്തു ഹസ്ബൻഡ്. അത് മനസ്സിരിക്കട്ടെ. റെഡ്ഡി പോയതിനു ശേഷം നമുക്ക് 34 റൂമിലൊന്ന് പോണം. ഒരു ഗുണമുള്ള കാര്യ. അവിടെ ഒരു കുഴലിരിപ്പുണ്ട്. കുഴൽപ്പണം ഉഗാണ്ടയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഞാൻ പിന്നെ വരാം. മാങ്ങേണ്ടി ആ വെയിറ്റർ ഒന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എടി അവനെ കൊണ്ട് ഇത് പറയിക്കാനല്ലായിരുന്നു നമ്മുടെ ശ്രമമൊക്കെ. എടി മടസുന്ദരി, നീ പേടിച്ചു പോയോ? അവനെ ഒന്ന് ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കേ. എന്നാ നമ്മൾ വിജയിച്ചു. പിന്നെ സാംസൺ ആൻഡ് ലീല ചരിത്രം സൃഷ്ടിക്കും കേട്ടാ. അയ്യോ അയ്യോ. നാഗവള്ളി റെഡ്ഡി സ്പീക്കിംഗ്. ആര്? നാഗപള്ളിയിൽ റെഡ്ഡിയോ? സോറി സാർ, സാം സ്പീക്കിംഗ്. സാം, വാട്ട്സ് മാറ്റർ? സാർ എല്ലാം റെഡി. സാർ വന്നാൽ മാത്രം മതി. റൂം നമ്പർ 23. വെരി ഗുഡ്, ഐ എം കമ്മിങ് ദേർ. ഞാൻ ദാ വരുന്നു. യേശുള്ളേ, ഞാൻ ഹോട്ടലിലേക്ക് പോവുകയാണ്. എല്ലാം ഭദ്രം. Yes, good evening. Come on. ഞാൻ എന്നെ നോക്കുന്നില്ല. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. തരാമെന്ന് പറഞ്ഞ് തുക തന്നു. ഇനി ആ മൗത്ത് ഓർഗനിങ് തിരിച്ചു തരൂ. തരാം. ഇങ്ങനെ ധൃതി പിടിച്ചാലോ? ദയവ് ചെയ്ത് വേഗം തരൂ. ഞാൻ പോട്ടെ. നളിനി, സ്വല്പം കൂടി നന്ദി കാണിക്കണം. സ്വന്തം സഹോദരനെ ഞാൻ കൊലമരത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. കുമാർ. നളിനി, ഈ മുറിയിൽ ആരുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നളിനി.
ചന്ദ്രനെ കാണാൻ അനുവദിക്കാതെ അച്ഛനെന്നെ പറഞ്ഞയച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നി. ആ അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. നിങ്ങളുടെ സംസാരമെല്ലാം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. പക്ഷെ ചന്ദ്രൻ ഒരിക്കലും ഈ കൃത്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും അന്നു മുതൽ ഈ വീട് ഞാൻ വാച്ച് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് മാനേജറുടെ വരവിനെ പറ്റി എനിക്ക് മനസ്സിലായത്. ഈ ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി നിങ്ങളും മാനേജറും തമ്മിൽ നടത്തിയ സംഭാഷണം ഞാൻ എന്റെ ജീപ്പിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാനേജരാണോ കൊലപാതകം ചെയ്തത്? തീർച്ചയായുമല്ല. ഏതോ വിദഗ്ധമായ ഒരു കൈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ മാനേജർ അറസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല. എങ്കിലും ആ ദുഷ്ടൻ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തല്ലോ. ക്ഷമിക്കണം നളിനി, ഞാൻ അവിടെ വരാൻ ഒരു മിനിറ്റ് താമസിച്ചു പോയി. ആ വെയിറ്റിന്റെ ഡ്രസ് അഴിച്ചെടുത്തിട്ട് ഞാൻ അണിയാൻ കുറെ താമസം നേരിട്ടു. അതുകൊണ്ടാണ്. നളിനി, കഴിഞ്ഞതെല്ലാം മറക്കൂ. നളിനി അന്ന് അച്ഛനോട് പറഞ്ഞ ആ വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം. നളിനി, ഞാൻ ഈ സ്നേഹം അങ്ങേ ഭീഷണിപ്പെടുത്താനുള്ള കഴിവ് എനിക്കില്ല സാർ. എമ്മിലിയുടെ കൊലപാതകവും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ട് സാർ. ഇത്ര ഒച്ചത്തിൽ കോടതിയുടെ മുമ്പിൽ സാറിന് അലറാൻ പറ്റേ? ഒരു കോടതിക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങ് ഇങ്ങനെ ക്ഷോഭിക്കരുത്. തെളിവുണ്ട് സാർ. തെളിവോ? എന്ത് തെളിവ്? എന്ത് തെളിവ്? ഒരു നിമിഷം. നീ ജീവിച്ചിരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നിനക്കിനി 6 മണിക്കൂർ സമയം കൂടി ഞാൻ തരുന്നു. അതിനുള്ളിൽ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ അവ നിന്റെ അവസാനത്തെ മണിക്കൂറുകളായിരിക്കും. അങ്ങനെ 6 മണിക്കൂറിനുള്ളിൽ ആ കൊലപാതകം നടന്നു. വേണ്ട സാർ, ഞാനത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. ഈ ടേപ്പിന്റെ മറ്റൊരു കോപ്പി രഹസ്യമായി ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉടനെ അത് പോലീസിൽ ഏൽപ്പിക്കാനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ കുമാർ, ഐ എം സോറി. നമുക്കൊരു ധാരണയിലെത്താം പ്ലീസ്. അതിനാണല്ലോ ഞാൻ വന്നത്. അവിടെ ഒന്നൊരു പൈസ പോലും എനിക്ക് തരണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് വിധൻ കൂടുതലൊന്നും വേണ്ട. ഹോട്ടൽ പഞ്ചവടി എന്റെ പേർക്ക് എഴുതി തരണം. ഹോട്ടലോ? യെസ് സാർ. ഈ നിസ്സാരമായ പ്രതിഫലം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഓക്കെ മിസ്റ്റർ കുമാർ, ഓക്കെ. നമുക്ക് എന്നും സ്നേഹിതന്മാരായിരിക്കാം. ഈ കാര്യം ആരോടും പറയരുത് പ്ലീസ്. ഞാൻ താമസിയാതെ തന്നെ ഹോട്ടലിന്റെ ആധാരം എഴുതി തരാം. സാർ എമിലിയോട് പറഞ്ഞതുപോലെ ഞാൻ മണിക്കൂർ കണക്കുകളൊന്നും പറയുന്നില്ല. കഴിയുന്നതും വേഗം വേണം. ഇത്തോളെ. താങ്ക് യു. ഈ മൗത്ത് ഓർഗൻ എങ്ങനെ മാനേജറുടെ കയ്യിൽ വന്നു എന്നാണ് അറിയേണ്ടത്. സാർ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നോക്കണം. നോ. നളിനി സത്യമെല്ലാം തുറന്നു പറഞ്ഞു. നളിനിയുടെ അച്ഛന്റെ നിർബന്ധം മൂലമാണ് ചന്ദ്രന്റെ വരം അവർ ഒളിച്ചു വെച്ചത്. ചന്ദ്രൻ ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം. നമുക്ക് ആ യമിനിയുടെ കുഞ്ഞിനെ കോൺവെന്റിൽ നിന്ന് കൊണ്ടുവന്ന് ചന്ദ്രന്റെ റൂമിൽ വിടാം. ചന്ദ്രനിൽ ഉണ്ടാകുന്ന പ്രതികരണം എന്താണെന്ന് വാച്ച് ചെയ്യാം. ഫൈൻ ഐഡിയ. പാവം കുഞ്ഞ്, അമ്മ മരിച്ച വിവരം ഇതുവരെ അതിനറിയില്ല. അതൊക്കെയാണ് ഫേറ്റ് എന്ന് പറയുന്നത്, വിധി. കേശുള്ളേ, നിങ്ങളും വിശാലവും കോൺവെന്റിൽ പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരും. ഇപ്പൊ കൊണ്ടുവരാം സാർ. ഗുഡ് മോർണിംഗ് മദർ. നമസ്കാരം. ആരെ കാണണം? ഞങ്ങൾക്ക് വല്യമ്മയെ കാണണം. വല്യമ്മ? ഓ, മദർ സുപ്പീരിയർ. നോ. മിസ്സസ്. യെസ്. ക്ലാസ് സമയമാണ്. നേരെ മഠത്തിലോട്ട് ചെന്നാട്ടെ. കുട്ടിയുടെ പേരെന്തോന്നാണെന്നാ പറഞ്ഞേ? ജെയിൻ. ഞങ്ങൾക്ക് ജയിനെ കാണണം. ഇവിടെ 4-5 ജെയിൻ ഉണ്ടല്ലോ. അതിലേത് ജെയിനാ കാണണ്ടേ? ഇവിടെ ഉള്ളത് ഏതെല്ലാം ജൈനന്മാരാണ്? ബേബി ക്ലാസ്സിൽ 1 ജെയിൻ ഉണ്ട്, 4-ാം ക്ലാസ്സിൽ 2 ജെയിൻ ഉണ്ട്, 7-ാം ക്ലാസ്സിൽ 1 ജെയിൻ ഉണ്ട്, 10-ാം ക്ലാസ്സിൽ 1 ജെയിൻ ഉണ്ട്. ഇതിലേത് ജെയിനാ വേണ്ടേ? വലിയ തന്നെ ആയിക്കോട്ടെ, അല്ലേ ചേട്ടാ? ചേട്ടന് സത്യം പറയും, നിങ്ങൾ ആരാണ്? ഏത് മഠത്തിൽ നിന്നും വരുന്നു? മഠമോ? അത് ഏത് മഠമാണ് സിസ്റ്റർ?
പൈങ്ങാമടം. പൈങ്ങാമടം. അല്ലല്ല തേങ്ങാമടം. അതെ. ചാക്കോയെ കളിപ്പിക്കാൻ നോക്കണ്ട, നടക്കണ മദർസുപ്പീരിന്റെ അടുത്തേക്ക്. അയ്യോ അത് വേണ്ടേ. കന്യാസ്ത്രീകളുടെ വേഷം ഇട്ട് കുഞ്ഞുങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുന്ന രണ്ടെണ്ണത്തിനെ പിടിക്കാൻ പോലീസിനെ. സാറേ ആ കേശവനോടെ മുഖത്തോട്ട് നോക്കിയത് നാടൻ കണ്ടില്ല. കേടോ കേശവല്ലേ, എന്തൊരു കുഴപ്പമായി കാണിച്ചത്. ക്ഷമിക്കണം സാർ, ഒരു പത്മശ്രീ കിട്ടുമെന്ന് വിചാരിച്ച് കുട്ടിയെ കൊണ്ടുവരുന്ന ഒരു ഡിറ്റക്റ്റീവ് മോഡലിലാകാമെന്ന് വിചാരിച്ച് പറ്റിപ്പോയതല്ല. ഇതിങ്ങനെ കലാശിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഈ വിശാലത്തിന് പറ്റി ഇങ്ങനെ സാറേ എന്നെ കൂടെ കുഴപ്പത്തിലാക്കിയത്. കുഞ്ഞിനെ കൊണ്ടുവരുന്ന ഒരു ഡിറ്റക്റ്റീവ് മോഡലിലായിരിക്കണമെന്നും പറഞ്ഞ് ഈ വേഷം ഇടാൻ പറഞ്ഞു. കഷ്ടകാലത്തിന് ഞാനിതങ്ങ് ഇടുകയും ചെയ്തു. കന്യാസ്ത്രീകളും കുട്ടികളും കൂടി തൂത്തു വഴിയിട്ട് ഇടിച്ചു കളഞ്ഞു സാറേ. എനിക്കതല്ല, ഈ കേശവനോടെ മീശ ഇനി വളർത്തിയെടുത്ത് വരണമെങ്കിൽ എത്ര കൊല്ലാമെന്ന് കുട്ടിയെ ഗവൺമെന്റിന് കൊണ്ടുവരാൻ വേണ്ടി ഈ വേഷം കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? സാറേ അത്രമാത്രം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഈ വേഷം ഇട്ടോണ്ട് ഇവിടെ നിൽക്കുമോ? ഏതായാലും സാം ഒരു കാര്യം ചെയ്യും, ഗവൺമെന്റിൽ പോയി ജയനെ കൂട്ടിക്കൊണ്ടുവരും. സാർ എനിക്കിനി എന്ത് ഗതി വരാൻ പോകുന്നു? എന്റെ മമ്മി എവിടെ പോയത്? ഡാഡി വിളിച്ചോണ്ട് വരാൻ പോയതാണോ? അപ്പോ കുഞ്ഞിനെ ചന്ദ്രനെ അറിയാം. നല്ലതുപോലെ അറിയാമെന്ന് തോന്നുന്നു. വെരി ഗുഡ്. കുഞ്ഞ് അവിടെ തന്നെ ഇരിക്കട്ടെ. വരൂ വരൂ. അങ്കിളുടെ പീപ്പി എന്തേ? പീപ്പി അങ്കിൾ, അങ്കിൾ ഒരു പാട്ട് പാടാമോ? അങ്കിളേ ഒരു പാട്ട് പാടാമോ എന്ന്. അങ്കിൾ എന്താ എന്നെ തുറച്ചു നോക്കുന്നത്? ചന്ദ്രൻ കൊലപാതകം നടന്ന മുറിയിൽ പോയി എന്നുള്ളത് തീർച്ച. പക്ഷെ ആരുടെ കൂടെ ഏത് സാഹചര്യത്തിൽ പോയി എന്നാണ് അറിയേണ്ടത്. ആ മാനേജരെ ഒന്ന് ചോദ്യം ചെയ്തു വരും. അത് ശരിയാണ് സാർ. ഈ മൗത്ത് ഓർഗൻ കണ്ടത് അയാളുടെ കയ്യിലല്ലേ. അപ്പൊ ഈ കൊലപാതകവുമായിട്ട് അയാൾ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേശവള്ളേ, മാനേജർ ഈ കൊലപാതകം ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൗത്ത് ആർഗൻ ഉപയോഗിച്ച് അയാൾ മുതലെടുക്കാൻ ശ്രമിക്കുമായിരുന്നില്ല. എനിക്ക് ശേഖരയാണ് സംശയം. ഏതായാലും 2 ദിവസം നമുക്ക് വാച്ച് നോക്കാം. എല്ലാ കുരുക്കളും ഇട്ട് വെച്ചിട്ടുണ്ട് സാർ. ഇനി ഒന്ന് വലിച്ചു മുറിക്കാം. സാർ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. എന്താ അത്? ഉഗണ്ടായിൽ നിന്നും ഒരു നൃത്തസംഘം ഇവിടെ വരുന്നുണ്ടെന്ന് കേട്ടു. നൃത്തസംഘം? അതെ, ഹോട്ടൽ പഞ്ചവടിയുടെ പുതുവത്സര പരിപാടിക്ക് വേണ്ടിയാണ് അവർ വരുന്നത് അത്രേ. സാം, ഇതിലെന്തോ തന്ത്രമുണ്ട്. പണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മുങ്ങിക്കളഞ്ഞ മുഠാണ്ട ടബാക്കോയുടെ ആളുകളാണെന്ന് തോന്നുന്നു. I see. സാർ അവരിവിടെ വന്ന് ഇറങ്ങി ഉടനെ തട്ടി അകത്താക്കും. അപ്പൊ അവർ ഡാൻസ് പരിപാടിയോ? ആ ഉഗാണ്ടക്കാരല്ലേ അകത്ത് കിടന്ന് ഡാൻസ് ചെയ്തു. അത് ചുമ്മാ അല്ല, കുഴപ്പം കേട്ടുള്ളതെന്ന് വിളിക്കുന്നു. സാം, സാർ ഒരു പണിയുണ്ട്. ആ, ഇതാണ് 2 ആനയുടെ അടയാളം. ഈ മാല എങ്ങനെ മാലിന്യയുടെ കഴുത്തി വന്നു? സാം, നമ്മൾ സംശയിക്കുന്ന ഗാങ്ങിൽപ്പെട്ടവളായിരിക്കും ഇവൾ. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ. ശേഖരായിരിക്കുമോ ഈ സ്വാമിജി? എനിക്ക് ബലമായ സംശയമുണ്ട്. ഇൻസ്പെക്ടർ, Yes, sir. ഇന്ന് രാത്രി ശേഖറിന്റെ വീട് വാച്ച് ചെയ്യാൻ വേണ്ട ഏർപ്പാട് ചെയ്യും. യെസ് സർ. സാർ എനിക്കൊരു ബുദ്ധി തോന്നും. കുഴപ്പമാണ്, വല്ല കുഴപ്പമായിരിക്കുന്നു. ഇത് പറയിപ്പിക്കില്ലെന്ന് വെച്ചാൽ അത് പറയുന്നത് കുഴപ്പം പറഞ്ഞു പറയുന്നത്. ആ, കേശവള്ള പറയൂ. സാർ കൊലപാതകം നടന്നിടത്ത് 2 ആന ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ലേ ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളൂ. അതെ. ആ ആന ഈ ആന ആയിക്കൂടുന്നുണ്ടോ? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ കേശവള്ളേ. കേശവ കൺഗ്രാറ്റുലേഷൻ. കേശവപിള്ളയുടെ ജന്മം സഫലമായി സാർ. സാം, നമുക്ക് നാളെ ഒരു പരീക്ഷണം നടത്തണം. നളിനിയെ മാലിനിയെ പോലെ ഉടുപ്പിച്ചൊരുക്കി ഈ മാലിയും കഴുത്തിൽ അണിയിച്ച് ചന്ദ്രന്റെ അടുക്കിലേക്ക് അയക്കാം. ചന്ദ്രന്റെ ഉപബോധ മനസ്സിൽ ഈ ആനയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ജയിച്ചു. ആ ഹോട്ടൽ മാനേജരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. യെസ് സാർ. മഞ്ഞളും ചുണ്ണാമ്പും പോലെ എല്ലാം തെളിയും. ഗുഡ് ഗുഡ് ഗുഡ്.